പോളിനോട് പറയുന്നുണ്ട്, "നീ എന്നെ ഇതുവരെ ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. നിന്റെ വർക്കൊക്കെ നന്നായിട്ടുണ്ടെന്ന്" പറയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോൾ എഴുതിയിട്ടുള്ള വർക്കിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൂടി വായിച്ചു കഴിഞ്ഞാൽ സ്ലട്ട് എന്നൊരു വേർഡാണ് കേട്ടോ വരുന്നത്. അത് നമ്മുടെ മാര നോട്ട് ചെയ്യുന്നുമില്ല. എന്നിട്ട് മാനുവലിൻ്റെ ഹോംവർക്ക് വായിക്കുകയാണ്. പക്ഷേ ഇതിലത്തെ ഫസ്റ്റ് ലെറ്റേഴ്സ് നമ്മുടെ മാര ശരിക്കും നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അവളുടെ പേരാണ് അത് കൂടി ചേരുമ്പോൾ വരുന്നത്. അങ്ങനെ ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ മാനുവൽ പോളിനോട് പറയാണ്, "ഞാനൊരു പ്ലാൻ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള പ്ലാൻ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് ദേ അവള് കൂടി വരണമെന്ന്" പറയാണ് കേട്ടോ നമ്മുടെ അമ്മയേനെ ചൂണ്ടിക്കാട്ടിയിട്ട്. അമ്മയാണെങ്കിൽ കുറച്ച് ദൂരത്തായിരിക്കുന്നത്. പക്ഷേ ഇവനോട് പറയുന്നുണ്ട്, "കൗണ്ട് മീ ഇൻ, ഞാനും ഉണ്ട്" എന്ന് പറയാണ്. ഇത് കാണുന്ന മാനുവൽ പോളിനോട് ചോദിക്കുന്നുണ്ട്, "അവളെന്താ വല്ല മൈൻഡ് റീഡർ എന്തെങ്കിലും ആണോ?" ചോദിക്കുമ്പോൾ പോൾ പറയാണ്, "അല്ല, അവൾക്ക് ലിപ്സ് മൂവ്മെൻറ്റ് റീഡ് ചെയ്യാൻ പറ്റും." അങ്ങനെ ദേ ഇനി കാണിക്കുന്നത് നമ്മുടെ അമ്മയേനെ സമാധാനിപ്പിക്കുന്ന പാസിനെയാണ് കേട്ടോ. അപ്പോൾ പാസ് അമ്മേനോട് പറയുന്നുണ്ട്, "എന്തായാലും അവനെങ്കിലും അവൻ രക്ഷപ്പെട്ടല്ലോ ഈ ഒരു നരകത്തിൽ നിന്നാണ്" പറയുന്നുണ്ട് പാസ്. അപ്പോൾ അമ്മയെ പറയുന്നുണ്ട്, "ചിലപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മറന്നുപോയി കാണുമെന്ന്" പറയണം അമ്മയ. അപ്പം നമ്മുടെ പാസ് പറയുന്നുണ്ട്, "അതിപ്പോൾ നീ രക്ഷപ്പെട്ടാലും ചിലപ്പോൾ നീയും ഇങ്ങനെ തന്നെയായിരിക്കും ബിഹേവ് ചെയ്യുക" എന്ന് പറയാണ്. പക്ഷെ നമ്മുടെ അമ്മയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവൾ ഒരിക്കലും മാനുവൽ ഇല്ലാതെ ഇവിടുന്ന് രക്ഷപ്പെടില്ല. ഒറ്റയ്ക്ക് രക്ഷപ്പെട്ട് എന്തായാലും പോവില്ല. അത് അവൾ പാസിനോട് പറയുന്നുണ്ട്. ആ സമയത്താണ് പാസും അമ്മയും പുറത്ത് കുറച്ച് ടീച്ചേഴ്സൊക്കെ കാറിൽ കയറി പോകുന്ന കാണുന്നത് കേട്ടോ. ഇനി ഇവർ മാത്രമേ ഉള്ളൂ, ഈ സ്റ്റുഡൻസ് മാത്രമേ ഇവിടെയുള്ളൂ എന്ന് വിചാരിക്കുകയാണ് നമ്മുടെ പാസും അമ്മയെയും. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ ലിയോണിനെയും എൽവിറേനെയാണ് കേട്ടോ. അപ്പോൾ എൽവിറയുടെ മുമ്പിലിരിക്കുന്ന ഈ കുപ്പികളൊക്കെ ആൽബ അവളുടെ ട്രേഡിന് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ളതാണ് ഈ സ്റ്റുഡൻസുമായിട്ട്. അപ്പോൾ എൽവിറ ലിയോണിനോട് പറയുന്നുണ്ട്, "പാവ എൽബ, എന്തിനാണാവോ അങ്ങനെ ഒരു ക്രൂരത അവളോട് ചെയ്തതെന്ന്." അപ്പോൾ ലിയോൺ പറയുന്നുണ്ട്, "അത് നമ്മുടെ മുൻപിൽ എല്ലാവരും കാണുന്ന രീതിയിൽ അവളെ കൊണ്ടുവന്ന് കെട്ടിയിട്ട്, മാത്രമല്ല അവളുടെ കണ്ണുകളൊക്കെ ചൂഴ്ന്നെടുത്തിരുന്നു, പിന്നെ കണ്ണ് കെട്ടി വെച്ചിരുന്നു. മൊത്തത്തിൽ എന്തൊക്കെയോ റിച്വലിൻ്റെ ഭാഗമായിട്ട് അവളെ കൊന്ന പോലെ തോന്നുന്നതെന്ന്" ലിയോൺ പറയാണ്. എന്തോ ഒരു വാർണിംഗ് പോലെയൊക്കെ തോന്നുകയെന്ന് ലിയോൺ പറയാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് മുൻപ് അങ്ങോട്ട് നമ്മുടെ ഏലിയാസ് വരികയാണ് കേട്ടോ. ഏലിയാസ് ആണെങ്കിൽ വന്ന വഴിക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പി എടുത്തിട്ട് കുറച്ച് ഡ്രിങ്ക്സ് 2 ഗ്ലാസ്സിൽ ഒഴിക്കുകയാണ്. അപ്പോൾ ലിയോണിന് ഡ്രിങ്ക്സ് കൊടുക്കുമ്പോൾ ലിയോൺ വേണ്ടാന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, "ഞാൻ വില്ലേജിലേക്ക് പോവാണ്, പോലീസ് എന്തൊക്കെ പറയുന്നുണ്ടെന്ന് എനിക്കും കൂടി അറിയണം" എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ലിയോൺ പോയതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടിയിട്ട് നമ്മുടെ അൽബയുടെ അമ്മേനെ ഒന്ന് കാണാൻ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും സീലിയനെ മീറ്റ് ചെയ്യാൻ പോകുന്ന കാര്യവും നമ്മുടെ പാസും അമ്മയും കാണുന്നുണ്ട്. ഉടനെ തന്നെ ഇവരുടെ ഡോമിറ്ററിയിലും അതുപോലെ തന്നെ ബോയ്സിൻ്റെ ഡോമിറ്ററിയിലും ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അമ്മയെ പറയുന്നുണ്ട്, "ടീച്ചേഴ്സൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന്" പറയുമ്പോൾ ഒരു ആൺകുട്ടി പറയുന്നുണ്ട്, "അൽബ ഇപ്പോൾ തന്നെ മരിച്ചല്ലേ ഉള്ളൂ, നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനോ പാർട്ടി ചെയ്യാനൊന്നും പാടില്ലല്ലോ" എന്ന് പറയാണ്. അമ്മയെ പറയാണ്, "അത് തന്നെയാണ് ഞാനും പറയുന്നത്, നമ്മളെന്നാ മരിക്കാമെന്ന് നമുക്കറിയാൻ പറ്റില്ല, എന്തായാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കണം, എന്തായാലും നമ്മളിത് ആഘോഷിക്കണം, അൽബയ്ക്ക് വേണ്ടിയെങ്കിലും നമ്മളത് സെലിബ്രേറ്റ് ചെയ്യണം" എന്ന് പറയാണ്. ഇവിടെ പോളാണെങ്കിലും അത്ര വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഈ ഗേൾസും ബോയ്സും എല്ലാവരും കൂടിയിട്ട് ഇവിടുത്തെ വൈൻ സെല്ലാറിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. ഇവിടെ എല്ലാവരുടെ കയ്യിലും ഓരോ കുപ്പി കിട്ടുന്നുണ്ട്. ഇഷ്ടം പോലെയാണ് അവിടെ വൈൻ വെച്ചിരിക്കുന്നത്. മേയാണെങ്കിൽ പോൾ അവിടെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഇടയ്ക്ക് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഐനീസ് ആണെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ നോക്കുകയാണ് കേട്ടോ. പക്ഷെ പുറത്ത് നല്ല ഇടിവെട്ടും മഴയാണ്. അവൾക്കാണെങ്കിൽ നന്നാ പേടിയുണ്ട്. സമയത്താണ് പുറത്ത് ആരോ നടക്കണ ഒരു ശബ്ദം കേട്ടിട്ട്, അതായത് അവളുടെ റൂമിന് പുറത്താരോ നടക്കുന്ന ശബ്ദം കേട്ടിട്ട് അവൾ പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അവൾ നോക്കുമ്പോൾ പുറത്തേക്കുള്ള ഒരു ഡോർ ഓപ്പൺ ആയി കിടക്കുന്ന കാണുന്നുണ്ട്, ഒരു വിൻഡോ, ഒരു ഫുൾ സൈസ് വിൻഡോ. പെട്ടെന്ന് തന്നെ താഴേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവളുടെ അച്ഛനാണെങ്കിൽ ലിവിംഗ് റൂമിൽ ഉറങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, തീയൊക്കെ കത്തിച്ചിട്ട്. അവൾ പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, "ഞാനെന്തോ ആരോ നടക്കുന്ന ശബ്ദം കേട്ടിട്ട് ഇറങ്ങി വന്നതാണെന്ന്" പറയാണ്. "ആരോ നമ്മുടെ വീടിനകത്തേക്ക് കയറിയ പോലെ എനിക്ക് തോന്നിയെന്ന്" പറയാണ്. അച്ഛൻ പറയുന്നത്, "നീ ചെറുപ്പം തൊട്ടേ ഇങ്ങനെയാണ്, മഴയും നല്ല ഇടിവെട്ടൊക്കെ വന്ന് നിനക്ക് നല്ല പേടിയാണ്, നീ പെട്ടെന്ന് തന്നെ നിൻ്റെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെയും നിൻ്റെ അമ്മയുടെ ഇടയിൽ വന്ന് കിടക്കുമായിരുന്നു ചെറുപ്പത്തിലെന്ന്" പറയാണ്. അവൾ അച്ഛനോട് അവളുടെ ആക്സിഡൻറ്റിന് മുമ്പത്തെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാൻ പറയാണ്. അവളുടെ അമ്മയുടെയും ഒക്കെ ഫോട്ടോസ് കാണിച്ചു തരാൻ പറയുമ്പോൾ ഇവൻ പറയാണ്, "ഞാൻ റെഡിയല്ല ആ ഫോട്ടോസ് വീണ്ടും നോക്കാനായിട്ട്" എന്ന് പറയാണ്. അനീസ് പറയുന്നുണ്ട്, "ചിലപ്പോൾ ആ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പാസ്റ്റിലത്തെ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരും അച്ഛാ, പ്ലീസ്" എന്ന് പറയാണ്. പക്ഷേ നമ്മുടെ അച്ഛനാണെങ്കിൽ ഒരു രീതിയിലും പഴയ ഫോട്ടോസൊക്കെ കാണിക്കാനായിട്ട് റെഡി ആവുന്നില്ല. എന്നിട്ട് അനീസ് പറയുന്നുണ്ട്, "എനിക്ക് ഇനി തൊട്ട് ആ സ്കൂളിൽ പോകണ്ടാന്ന്." അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, "നിന്നെ ഇതുവരെ കൺസൾട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സും നീ കുറച്ചുകൂടെ സോഷ്യലൈസ് ആവണം, നിൻ്റെ പ്രായത്തിലുള്ള പിള്ളേരുമായിട്ട് കുറച്ചുകൂടെ ഇടപഴകണം എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് നീ സ്കൂളിൽ പോകണമെന്ന് നിർബന്ധിച്ച്" പറയാണ്. "മാത്രമല്ല എനിക്കെപ്പോഴും ട്രാവൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ വരും, അപ്പോൾ നീ വീട്ടിലാകെ ഒറ്റയ്ക്കായി പോകും, അതൊരിക്കലും ശരിയല്ല" എന്ന് പറയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐനീസിന് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ തന്നെയാണ് ഇഷ്ടം കേട്ടോ. പക്ഷേ അച്ഛൻ സമ്മതിക്കുന്നില്ല. ഇതും കൂടി ആയപ്പോൾ ഐനീസിന് നന്നായിട്ട് ദേഷ്യം വരികയാണ്. ഐനീസ് പറയുകയാണ്, "ഞാൻ നാളെ കാലത്ത് തന്നെ തിരിച്ച് സ്കൂളിലേക്ക് പോവുകയാണെന്ന്" പറയാണ്. അതേ സമയം നമ്മുടെ വൈൻ സെല്ലാറിലാണെങ്കിൽ പിള്ളേരൊക്കെ ഓരോ ഗെയിംസൊക്കെ കളിച്ചിട്ട് എൻജോയ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ പോളാണെങ്കിൽ നമ്മുടെ അമ്മയേനെ കുറച്ചൊക്കെ അഫെക്ഷനോട് കൂടി ദൂരെ നിന്ന് ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ്മെൻറ്റിലാണ് നിൽക്കുന്നത്. അവൾ ഇവനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇവൻ ഇവളെ തന്നെ നോക്കുന്നത് നമ്മുടെ അമ്മയെ നോട്ട് ചെയ്യുന്നുണ്ട്.
അവൾ എന്നിട്ട് യൂറിൻ പാസ് ചെയ്യാനായിട്ട് ആരുമില്ലാത്ത ഒരു സൈഡ് നോക്കി അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ. അപ്പോഴാണ് ഒരു പമ്പരം അവളുടെ കുറച്ച് നീങ്ങി മുമ്പിലായിട്ട് കറങ്ങുന്നത് കാണുന്നത്. അവൾ അതിങ്ങനെ നോക്കുന്ന ടൈമിൽ ഒരു പെൺകുട്ടി, ഒരു വെള്ള ഉടുപ്പിട്ട ഒരു പെൺകുട്ടി ഈ പമ്പരത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേറൊരു സൈഡിലേക്ക് ഓടിപ്പോവാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ പെട്ടെന്ന് പാൻസ് ഒക്കെ ഇട്ടിട്ട് ആ പെൺകുട്ടിയുടെ പുറകെ ഓടാൻ നിൽക്കുമ്പോഴേക്കും ഇവളുടെ ഫ്രണ്ടിലൂടെ വേറൊരു പെൺകുട്ടി ഓടിപ്പോയി ആ പമ്പരം എടുത്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇവരൊക്കെ വൈറ്റ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടീനെയൊക്കെ നമ്മുടെ അമ്മയ്ക്ക് മാത്രമേ അവിടെ കാണാനുള്ളൂ കേട്ടോ. വേറെ ആർക്കും അവിടെ കാണാനില്ല. അമ്മായി അങ്ങനെ ആ പെൺകുട്ടിയുടെ പുറകെ പോകുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ പോൾ അവളെ വിളിക്കുന്നത് കേട്ടോ. നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ പോളും അമ്മയും കൂടിയിട്ട് ഒരു 2 സ്റ്റെപ്പ് ഡാൻസ് ഒക്കെ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഐനിസിൻ്റെ അച്ഛനാണെങ്കിൽ ഇപ്പോഴും ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോഴാണ് മൊബൈലിൽ നിന്നൊരു വൈബ്രേഷൻ വരുന്നത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സെക്യൂരിറ്റി അലേർട്ടാണ്. അതായത് ഇവരുടെ വീടിനകത്തേക്ക് ആരോ കയറിയതായിട്ടുള്ള ഒരു അലേർട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ക്ലോസ് ചെയ്ത ഒരു ഡോറ് ഓപ്പണായി കിടക്കുന്നുണ്ട് എന്ന് നമ്മുടെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഗണ്ണ് കൊടുത്തിട്ട് ആ ഒരു വിൻഡോയുടെ സൈഡിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് വിൻഡോ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരെ പോയിട്ട് നമ്മുടെ ഐനീസിനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഐനീസാണെങ്കിൽ എന്താ അച്ഛന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഒന്നുമില്ല, ഞാൻ എന്തോ ശബ്ദം കേട്ടു, അപ്പോൾ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി വന്നതാന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് നോക്കുമ്പോൾ ഒരു വിൻഡോ വീണ്ടും ഓപ്പൺ ആയി കിടക്കുന്നത് കാണുകയാണ്. മാത്രമല്ല അതിൻ്റെ നേരെയുള്ള ഒരു ചെടി ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നോക്കിയിട്ട് വെടി വെക്കുകയാണ്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിയോൺ ഐനീസിൻ്റെ റൂമിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഐനീസിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഗണ്ണിൽ നിന്ന് കിട്ടുന്ന ബുള്ളറ്റ് ഇവൻ്റെ മേത്ത് തറയ്ക്കുന്നുമുണ്ട്. അതേസമയം നമ്മുടെ എൽവരയും ഏലിയാസും സംസാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ കണ്ടോളസൻസ് ഫ്ലവേഴ്സൊക്കെ മുൻപ് പിള്ളേർ ഗേറ്റുമ്പോൾ വെച്ചിരുന്നല്ലോ. അതൊക്കെ മഴ കാരണം കേടായിപ്പോയി. അതൊക്കെ സീലിയയുടെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് ഇവർ വിചാരിച്ചിരുന്നു. നമ്മുടെ ഫാദർ ഏലിയാസ് പറയുന്നുണ്ട്, എനിക്ക് ആ പാവം സ്ത്രീനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് അറിയില്ല, അവരുടെ മകളല്ലേ മരിച്ചു പോയെന്ന് പറയണം. സീനിൽ നമ്മുടെ അടയലിനെ കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇവള് മാത്രം ഇവിടെ ഡോമിറ്ററിയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു ഇത്ര നേരം. അടയിലാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു ടോർച്ച് കൊടുത്തിട്ട് 2 ഡോർമെട്രീസിലും കയറി നോക്കുകയാണ് കേട്ടോ. പക്ഷെ അവിടെ എങ്ങും ആരും തന്നെ ഇല്ല. ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഡോറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഷൂസൊക്കെ കിടക്കുന്നത് അവൾ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തോ ഒരു വണ്ടി വരുന്ന ശബ്ദം കേട്ടിട്ട് അവൾ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വരുന്നത് നമ്മുടെ മാരയുടെ, അതായത് പ്രിൻസിപ്പളിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇവള് ടോർച്ച് പിടിച്ച് ജനലിലൂടെ നോക്കുന്നത് നമ്മുടെ മാര കാണുന്നുണ്ട്. അടയിലാണെന്നൊന്നും കാണുന്നില്ല, പക്ഷെ ഒരു ടോർച്ചിൻ്റെ വെളിച്ചം കാണുന്നുണ്ട്. നമ്മുടെ ഏലിയാസും എൽവരയാണെങ്കിൽ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാര പറയുന്നുണ്ട്, മേലെ ഞാൻ വെളിച്ചം കണ്ടല്ലോ, ആരൊക്കെ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, നിങ്ങളെന്താ അതൊന്നും ശ്രദ്ധിക്കാത്തതെന്ന് ചോദിച്ചിട്ട് ചീത്ത പറയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അടയിൽ വൈൻ സെല്ലാറിലേക്ക് എത്തുകയാണ് കേട്ടോ. എന്നിട്ട് ഇവരോട് പറയാണ്, ടീച്ചേഴ്സൊക്കെ വന്നു, വേഗം ഓടുക എന്ന് പറയാണ് കേട്ടോ. ഇവിടുന്ന് പെട്ടെന്ന് തന്നെ എല്ലാ പിള്ളേരും കൂടിയിട്ട് ഓരോ സൈഡിലേക്കായിട്ട് ഓടുകയാണ് കേട്ടോ. അതായത് ടീച്ചേഴ്സ് പെട്ടെന്നൊന്നും അവരെ പിടിക്കാൻ പാടില്ല. അതിന് ഒരു ഹൈഡിങ് സ്പോട്ട് നോക്കിയിട്ട് എല്ലാവരും ഓടുകയാണ്. ഇവിടെ അടയിലും പോളും അമ്മയും കൂടി ഒരു സൈഡിലേക്ക് വേറെ ഓടുകയാണ്. അതേസമയം നമ്മുടെ എൽവരയും ഏലിയാസും കൂടി പിള്ളേരെ നോക്കാൻ വേണ്ടി പോകുമ്പോഴാണ് വാഷ്റൂമിൽ നിന്ന് കുറേ ശബ്ദം കേൾക്കുന്നത് കേട്ടോ. എൽവിര നേരെ പോയിട്ട് ആ വാഷ്റൂമിൻ്റെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ പാസിനെയും 2 ആൺപിള്ളേരെയാണ് കേട്ടോ. അവർ 2 ആൺപിള്ളേരും പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഞങ്ങളൊരു ഗെയിം കളിക്കുകയായിരുന്നു, നെവർ ഹാവ് ഐ എവർ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം കളിക്കുകയായിരുന്നു പറയുകയാണ്. പിള്ളേർ പോയി കഴിയുമ്പോൾ നമ്മുടെ എൽവിര അവിടെ നിന്ന് ചിരിക്കാറുണ്ട്. അപ്പോൾ ഫാദർ ചോദിക്കേണ്ടത് എന്താ ചോദിക്കുമ്പോൾ, ഇല്ല അതൊരു ഗെയിമാണ്, ഗെയിമിൻ്റെ നെയിമാണെന്ന് പറയാണ് കേട്ടോ. ഇത് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എൽവിര പറയാണ്, നെവർ ഹാവ് ഐ എവർ കിസ്ഡ് എ ഡൊമിനിക്കൻ ഫ്രയർ എന്ന് പറയാണ്. ഒരു ഫാദറിനെ കിസ് ചെയ്തിട്ടില്ല എന്ന് പറയാറ്. അങ്ങനെ ഈ ഏലിയാസും നമ്മുടെ എൽവരയും തമ്മിൽ ഒരു കിസ്സിങ് സീനൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഏലിയാസ് എന്ന് പറഞ്ഞ ആൾ അത്ര വിശ്വാസിയായിട്ടുള്ള ഒരാളൊന്നുമല്ല. അങ്ങനത്തെ ടീച്ചേഴ്സിൻ്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ 3 പേരും അമ്മയും പോളും എടയിലും കൂടി ഒരു റൂമിൽ പോയി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഒരു തുണിയിട്ട് മൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ അടയിലാണെങ്കിൽ മെല്ലെ ഒരു കവർ മെല്ലെ തുറന്ന് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ പെട്ടെന്ന് സ്ക്രീം ചെയ്യാൻ പോവുകയാണ്, ഓളിയിടാൻ പോവുകയാണ്. അപ്പോഴേക്കും പുറത്ത് ടീച്ചേഴ്സ് നനക്കൊക്കെ കേട്ടിട്ട് നമ്മുടെ അടയിലിൻ്റെ വായ പൊത്തി പിടിക്കാൻ കേട്ടോ പോള്. അങ്ങനെ ഈ ടീച്ചേഴ്സ് അവിടെ നിന്ന് പോയതിന് ശേഷം ആ ഒരു ക്ലോത്ത് പൊന്തിച്ച് നോക്കുകയാണ് എന്താണ് അടയിൽ നേരത്തെ കണ്ടതെന്ന്. അപ്പോൾ ഒരു മരത്തുമ്മേ കുറേ പെൺകുട്ടികളെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന സീനാണ് കേട്ടോ. അതുമ്മ പെയിൻറ്റിങ് പോലെ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല വേറെയും കുറേ പെയിൻറ്റിങ്സ് അതുമേണ്ട്. അതായത് ഒരു റിച്വൽ നടത്തുന്ന പോലത്തെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ആണെങ്കിൽ 16th സെഞ്ച്വറിയിൽ ഉള്ള ഒരു പിക്ചറാണ്. അടയിലാണെങ്കിൽ ഒക്കെ കൂടി കണ്ട് പേടിയായിട്ട് വാ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് നമ്മളെ കണ്ടുപിടിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ അമ്മയെ പറയുന്നുണ്ട്, ഒരു രീതിയിലും ആലോചിക്കുകയാണെങ്കിൽ മാനുവൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്തുകൊണ്ടും നന്നായി, ഒന്നില്ലെങ്കിലും അവനെങ്കിലും രക്ഷപ്പെട്ടുല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴാണ് പോൾ ചോദിക്കുന്നത്, ശരിക്കും അവൻ എന്തായിരുന്നു ആ പോസ്റ്റ് കാർഡിൽ എഴുതിയിരുന്നത് ചോദിക്കുകയാണ്. അപ്പം അമ്മയെ പറയുകയാണ്, ഞാൻ ഒരിക്കലും മറക്കില്ല, അതിൻ്റെ ഹൃദയത്തിൽ ഞാൻ കൊത്തി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മാനുവൽ ആ പോസ്റ്റ് കാർഡിൽ എഴുതിയ അതേ സെൻറ്റൻസുകൾ പറയുകയാണ് കേട്ടോ. അതായത് ഞാൻ ഒരു സേഫായ സ്ഥലത്തെത്തി, ഐ ആം ഫൈൻ ഹിയർ, പിന്നെ ഇനി നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ട, ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡ്സ് കറക്റ്റായിട്ട് അമ്മയെ നമ്മുടെ പോളിന് പറയാണ്. പോളാണെങ്കിൽ പെട്ടെന്ന് എന്തോ ആലോചിച്ചതിന് ശേഷം ഇവൻ്റെ തൊട്ടടുത്തുള്ള ഒരു മിററിൽ അവൻ്റെ വിരലുകൊണ്ട് ഇങ്ങനെ എഴുതി നോക്കുകയാണ് കേട്ടോ. അതായത് മാനുവൽ അയച്ച ആ ഒരു പോസ്റ്റിലത്തെ ഓരോ വേർഡ്സിൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് അവൻ എഴുതുകയാണ്.
അങ്ങനെ എല്ലാ ഫസ്റ്റ് ലെറ്റേഴ്സും എഴുതിയിട്ട് വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവാണ് മാനുവൽ ഹെൽപ്പാണ് ചോദിക്കുന്നത്. ഹെൽപ്പ് എന്നാണ് മാനുവൽ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോഴാണ് കത്തുന്നത്. അവൻ ശരിക്കും ഇപ്പോഴും പെട്ട് കിടക്കുകയാണ് മാനുവൽ. ഇവർ വിചാരിച്ച പോലെ അവൻ എസ്കേപ്പ് ആയിട്ടോ അല്ലെങ്കിൽ സേഫായ സ്ഥലത്തോ ഒന്നുമല്ല. അങ്ങനെ ദേ പുതിയൊരു കാര്യം അറിഞ്ഞതിൻ്റെ ആ ഒരു ഷോക്കിലാണ് നമ്മുടെ അമ്മയെ. അങ്ങനെ ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് എൻഡ് ആവുന്നത്.